ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ എനിക്ക് കുറച്ച് ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡെയിലി ഇങ്ങനെ എനിക്ക് കിട്ടാറുള്ള ഈത്തപ്പഴം ഞാൻ എടുത്ത് ഇങ്ങനെ വെക്കാറാണ് കേട്ടോ. ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരുപാടധികം ഈത്തപ്പഴം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാൻ അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണ്, നല്ല കട്ടിയുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അച്ചാറിട്ടാലായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഈത്തപ്പഴം അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കുന്നത്. നമ്മളെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആദ്യം ഒരു പാന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കടുക് ഉലുവയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കരിയാതെ നോക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ കടുകും ഉലുവയും ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നന്നായി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കുമ്പോൾ നമ്മൾ കരിയാതെ നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്നുകൂടി നന്നായി ചൂട് പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ചൂട് പോകുന്നത് വരെ നമ്മൾ നന്നായി അത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ നാരങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ഓൾറെഡി നന്നായി കഴുകിയിട്ട് ഞാൻ അതിൻ്റെ കുരു കളഞ്ഞു വെച്ചതാണ് കേട്ടോ. പിന്നെ കുറേ കുരു കളഞ്ഞു വെച്ചതുണ്ട് കട്ട് ചെയ്തിട്ട്, ചിലത് കളയാത്തതും ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് മാത്രം കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. കട്ട് ചെയ്യാനൊക്കെ നല്ല പാടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ആ ഒരു കടുക്, ഉലുവ, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഒക്കെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒരു മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി നന്നായി ഒന്നുകൂടി പൊടിച്ചെടുക്കുകയാണ്. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി മിക്സായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചൂടാക്കിയിട്ടുള്ള പാനിൽ ഒലീവ് ഓയിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി നമ്മുടെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം, ഒലീവ് ഓയിലാണ് എടുത്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായി വന്നാൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മിക്സിയിൽ ഞാൻ അടിച്ചു വെച്ച നമ്മുടെ അച്ചാറിൻ്റെ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാതെ വീട്ടിൽ ഇതുപോലെ അച്ചാറിൻ്റെ പിക്കിൾ പൗഡർ ഉണ്ടാക്കാം കേട്ടോ. അച്ചാർ പൗഡർ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ അതിലേക്ക് നമ്മുടെ ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈത്തപ്പഴം നല്ല ഹാർഡാണ്, നല്ല കട്ടിയുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുന്നേ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈത്തപ്പഴം അത്യാവശ്യം മധുരമുള്ളതാണ്. നല്ല പഴുത്ത ഈത്തപ്പഴമാണ് കേട്ടോ അച്ചാറിടാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഷുഗർ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈത്തപ്പഴം ഒന്നും കൂടി നമുക്ക് ഒരു സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. എനിക്കൊരുപാട് ഹാർഡായിട്ട് കഴിക്കണ വലിയ താല്പര്യമില്ല. കുറച്ച് സോഫ്റ്റായിട്ടും ചെറിയ രീതിയിൽ ഹാർഡായിട്ടും രണ്ടും കൂടി ആയിട്ട് കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം ഈത്തപ്പഴ അച്ചാർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം ആദ്യം തന്നെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്യാനൊക്കെ വെക്കാം കേട്ടോ. എന്നതിന് ശേഷം വെള്ളമൊക്കെ നമ്മളൊന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഡ്രൈ ആയിട്ട് നമുക്ക് പിന്നീട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അങ്ങനെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കിച്ചണിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ചൂട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതാവും ഏറ്റവും നല്ലത്. ഞാനിതൊക്കെ ചൂടാറി കുറേ അധികം നേരം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ. അതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പുളിക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു ഈത്തപ്പഴം അച്ചാർ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിത് ദിവസം വെക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരും. 2 ദിവസം ഒക്കെ നമുക്ക് പുറത്ത് വെക്കാം. പുറത്ത് നമ്മുടെ ക്ലൈമറ്റ് ചൂടാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാം. ഇനി ഞാൻ ഈ ഒരു ഈത്തപ്പഴ അച്ചാർ 2 ചെറിയ കുപ്പിയിലാക്കി വെക്കുകയാണ്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ്. പരമാവധി പ്ലാസ്റ്റിക് ബോട്ടിലാക്കാതെ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കാൻ നോക്കുക അച്ചാർ. ഇനി പ്ലാസ്റ്റിക് ബോട്ടിലാക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ആക്കുക. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ലോക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ആക്കിയിട്ട് ഒരുപാട് ദിവസമൊന്നും ഈ ഈത്തപ്പഴച്ചാർ വെക്കരുത്. ഈത്തപ്പഴച്ചാറെന്ന് മാത്രമല്ല ഒരു അച്ചാറും വെക്കാതിരിക്കുക. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. അതിലേക്ക് ഉണ്ടാക്കി വെച്ച നമ്മുടെ ഈത്തപ്പഴ അച്ചാർ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചും കൂടി ബാലൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ
കുറച്ച് ദിവസം മുന്നേ ഒരു ചീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ബോട്ടിൽ. അതിൻ്റെ ബോട്ടിൽ ഓൾറെഡി ചീസ് കഴിഞ്ഞിട്ട് നന്നായി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോട്ടിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വീണ്ടും ഒന്നുകൂടി ക്ലീനാക്കി നന്നായി തുടച്ച് അതിൽ വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ബോട്ടിലൊക്കെ നമ്മൾ ആക്കുമ്പോൾ വെള്ളമൊന്നും പാടില്ല. ബോട്ടിൽ നന്നായി ഡ്രൈ ആയി നന്നായി തുടച്ച് ക്ലീനാക്കിയിട്ട് വേണം അച്ചാർ അതിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ വേഗം അച്ചാർ കേടുവരും. അതുപോലെ അച്ചാർ കഴിക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാതിരിക്കുക, വേഗം കേടുവരാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ആ ബോട്ടിലേക്കും അച്ചാർ ആക്കി കൊടുക്കുകയാണ്, ബാക്കി ബാലൻസ് ഉള്ളത്. അങ്ങനെ 2 ബോട്ടിലുകളിലായിട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, മധുരവും എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം അച്ചാറാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.